കൈപ്പുണ്യമുള്ളവരെ പറ്റി ധാരാളം നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ കൈപ്പുണ്യം? എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? എപ്പോഴെങ്കിലും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ കൈപ്പുണ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ? ഞാൻ അതിനെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വേർഷൻ ഇതാണ്. ഒരാളുടെ എക്സ്പീരിയൻസും അയാളുടെ എക്സ്പെർട്ടൈസും അതേപോലെ തന്നെ അയാൾക്ക് ആ കാര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു എമ്പതിയും, ആർക്കാണോ ചെയ്തു കൊടുക്കാനുള്ള ആളിനോടുള്ള ഒരു എമ്പതിയും കൂടെ ചേരുമ്പോഴാണ് അവിടെ കൈപ്പുണ്യം എന്നുള്ളൊരു വാക്ക് അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് ആവുന്നത് ഞാൻ മനസ്സിലാക്കും. എന്ന് വെച്ചാൽ പലപ്പോഴും പാചകത്തിന്റെ കേസിലോ അല്ലെന്നുണ്ടെങ്കിൽ ചില ഡോക്ടർമാരുടെ കേസിലോ ഒക്കെ ഇങ്ങനെ കൈപ്പുണ്യം ആ വാക്ക് പറയാറുണ്ട്. അയാളുടെ ഭക്ഷണം നല്ലതാണ്, അവരെന്തെടുത്താലും നല്ല കൈപ്പുണ്യമാണ് എന്ന് പറയാറുണ്ട്. ഡോക്ടർമാരുടെ കേസിൽ നമ്മൾ അങ്ങനെ കേൾക്കാറുണ്ട്. ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഇതല്ലേ എന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ ആവട്ടെ, ഈ ഡോക്ടർ ഓരോ വ്യക്തിയും പരിശോധിക്കുന്ന സമയത്ത് ശാരീരിക മാനസികാവസ്ഥകൾ പരിശോധിച്ച് അതിൽ നിന്ന് ഡോക്ടർക്ക് അയാളുടെ എക്സ്പീരിയൻസിൽ കൂടെ കിട്ടുന്ന എക്സ്പെർട്ടൈസിൽ നിന്ന് ഒരു ആൻസർ കിട്ടും. ഈ ആൻസർ അയാൾ എമ്പതിയുടെ ചേർത്ത് ആ പേഷ്യന്റിന് കൊടുക്കുമ്പോഴാണ് ശരിക്കും അവിടെ ആ രോഗിയിൽ അത് വർക്ക് ചെയ്യുന്നത്. ആ രോഗം ഭേദമാവുന്ന സമയത്ത് നല്ല പരിചരണത്തോടെ ആയിരിക്കും ഒരു പക്ഷേ കൊടുക്കുന്നത്, നല്ല സ്നേഹത്തോടെ ആയിരിക്കും, ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കും ഡോക്ടർ പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഇത് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന സമയത്ത് ആ രോഗിക്ക് ആദ്യ ഡോസിൽ തന്നെ അല്ല ആദ്യ ദിവസം തന്നെ അതിന്റെ ഫലപ്രാപ്തി കിട്ടും. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഭയങ്കര ക്യൂ ആയിരിക്കും. പല പാചകക്കാരുടെയും ഭക്ഷണത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല. അയാൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ്, നല്ല കൈപ്പുണ്യമാണ് അയാൾക്ക്. ഇത് തന്നെയാണ്, അതായത് അയാളുടെ എക്സ്പീരിയൻസ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം ഒരു എക്സ്പെർട്ടായി മാറുന്നു. ആ എക്സ്പെർട്ടിസും അതുപോലെ തന്നെ ആ ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു എമ്പതി, അതായത് ആർക്കാണോ നമ്മൾ സർവീസ് കൊടുക്കുന്നത് അവർക്ക് അത് കൊടുക്കാനുള്ള പിന്നെയും ചെയ്തു കൊടുക്കാനുള്ള ഒരു മാനസികമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു എമ്പതിയും കൂടെ ചേർത്ത്, ഇത് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ അതിനെ സെറ്റ് ചെയ്യുമ്പോഴാണ് കൈപ്പുണ്യമായിട്ട് മാറുന്നത്. ഇതിനുവേണ്ടി ശ്രമിക്കുന്ന ഏതൊരാൾക്കും ആ ലെവലിലേക്ക് നമുക്ക് എത്താവുന്നതോ. ഈ കൈപ്പുണ്യമുള്ളവരൊന്നും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. പലരോടും നമ്മൾ സംസാരിക്കുമ്പോഴും അവരറിയാതെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണിത്. അറിയാതെ ഇത് നമ്മൾ കൂടെ സംഭവിക്കുമ്പോഴാണ് ലോകം ഇത് കൈപ്പുണ്യമുള്ള ആളാണെന്ന് നമ്മളെ വിലയിരുത്തുന്നത്. ശരിയാണോ? നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കമന്റുകൾ താഴെ അറിയിക്കുക. താങ്ക്